ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന പേവിഷബാധയെ ഈ ഭൂമുഖത്തൊന്നും തുടച്ചു നീക്കിയതാണ്. എന്നാൽ ഈയിടെയായി കേൾക്കുന്ന വാർത്തകൾ നമ്മെ പേടിപ്പെടുത്തുന്നു. എന്താണ് പേവിഷബാധ? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടികൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മ നാഡികളിൽ എത്തപ്പെട്ട് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സുഷുമ്നാ നാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള മാസങ്ങൾ നീണ്ടു നിൽക്കാം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമായാൽ മരണം തീർച്ചയാണ്. 1885 റാബിസ് വാക്സിൻ ആദ്യമായി പേവിഷബാധയ്ക്കെതിരെ ഉപയോഗിച്ചു തുടങ്ങിയത്. പേവിഷബാധയേറ്റാൽ മരണം ഉറപ്പായിരുന്നിടത്ത് നിന്നാണ് ലോകത്തിനാകെ ആശ്വാസമായി ഫ്രാൻസിലെ ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞൻ റാബിസ് വാക്സിൻ കണ്ടുപിടിക്കുന്നത്. പേ ബാധിച്ച നായയുടെ തലച്ചോറിൽ നിന്നും വേർതിരിച്ചെടുത്ത ദ്രാവകമാണ് പ്രതിരോധ മരുന്നായി അദ്ദേഹം ഉപയോഗിച്ചത്. ഇത്രകാലവും വളരെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വാക്സിൻ ഉപയോഗിച്ചിട്ടും ഇപ്പോൾ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നു. 2021 മുതൽ 1 ശേഷം വാക്സിൻ എടുത്തിട്ടും 22 പേർ പേവിഷബാധയേറ്റ് മരിച്ചതായാണ് ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകൾ. എന്തുകൊണ്ടിങ്ങനെ? എവിടെയാണ് പിഴവ്? ആരോഗ്യവകുപ്പ് വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു, പ്രശ്നം വാക്സിനല്ല. വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലും കുത്തിവയ്പ് എടുക്കുന്നതിലുമുള്ള അപാകതകളാണ് പ്രശ്നം. പേവിഷമുള്ള നായ കടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അജ്ഞതയും മരണത്തിന് കാരണമാകുന്നു. ഇതിന് ബോധവൽക്കരണം ആവശ്യമാണ്. പേവിഷമേറ്റ വളർത്തു മൃഗങ്ങളിലൂടെയും അണുബാധയുണ്ടാകുന്നു. നായ നക്കിയാലും നഖം കൊണ്ട് മുറിവേറ്റാലും രോഗം പകരാം. ഉമിനീര് വഴിയാണ് രോഗം പകരുന്നതെങ്കിലും മൃഗങ്ങളുടെ കയ്യിലും മറ്റും ഈ ഉമിനീരിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് കാരണം. മറ്റു മുറിവുകളിലൂടെയും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കും. വൈറസ് കോശങ്ങളിൽ പെറ്റുപെരുകുകയും നമ്മുടെ നാഡീ സംവിധാനത്തിലൂടെ തലച്ചോറിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെ പേവിഷബാധയേൽക്കുന്നു. സാധാരണ പനി ലക്ഷണങ്ങളായ ശരീരത്തിന് ചൂട്, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് റാബിസിൻ്റെയും പ്രാരംഭ ലക്ഷണങ്ങൾ. പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ? പേവിഷമുള്ള ജന്തുക്കളിൽ നിന്ന് കടിയേറ്റ് മുറിവുണ്ടായാൽ ആദ്യം സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകുക. 15-20 മിനിറ്റോളം തുടർച്ചയായി ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകണം. കഴുകുന്നയാളുടെ കയ്യിൽ മുറിവുണ്ടാകരുത്. ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് വൈറസ് തിരികെ വീണ്ടും കോശങ്ങളിലെത്താതിരിക്കാനാണ്. ഇങ്ങനെ കോശങ്ങളിലേക്ക് കടക്കുന്ന വൈറസിന്റെ അളവ് കുറയ്ക്കാം. തലയിലോ കഴുത്തിലോ മുഖത്തോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ തലച്ചോറിൽ വൈറസിന് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അതിനുശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കുക. വാക്സിന് 3 വർഷം വരെ കാലാവധി ഉണ്ടെങ്കിലും അവ സൂക്ഷിക്കേണ്ടത് വളരെ ശ്രദ്ധാപൂർവമാണ്. 2 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കണമെന്നത് നിർബന്ധമാണ്. ജനറേറ്റർ സൗകര്യമില്ലാത്ത ആശുപത്രികളിൽ വൈദ്യുതി നിലച്ചാൽ വാക്സിന്റെ ഗുണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു കാരണമായേക്കാം. ആഴത്തിലുള്ള മുറിവുകളിൽ ഇമ്മ്യൂണോഗ്ലോബിനുകൾ കുത്തിവെക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാതെ മാംസത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ചർമ്മപാളികളിൽ റാബിസ് വാക്സിൻ കുത്തിവെക്കുമ്പോൾ സൂചി ചർമ്മം കടന്ന് അല്പം ആഴത്തിലായാൽ വേണ്ടത്ര ഫലം ലഭിക്കണമെന്നില്ല. അതുപോലെ പുറത്തേക്ക് ഒഴുകിപ്പോയാലും ഫലം ലഭിക്കില്ല. വാക്സിന്റെ ഗുണമേന്മയിൽ പ്രശ്നമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വാക്സിൻ സൂക്ഷിക്കുന്നത് മുതൽ കുത്തിവയ്പ് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയിട്ടില്ല.